ഹായ്, നമസ്കാരം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പനീർ പൂവ് എന്ന ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അപ്പം നമ്മുടെ രേവതി ആൻ്റണിയെ കാണാനായിട്ട് ആൻ്റണിയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. എന്നിട്ട് ചെന്നിട്ട് ആൻ്റണിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എൻ്റെ അനിയനെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? നീ കാരണം അവൻ്റെ ഭാവി ഇല്ലാതാവുകയാണ്. അവനാണെങ്കിൽ ഇപ്പം ആവശ്യമില്ലാത്ത എല്ലാ ദുശീലങ്ങൾക്കും അടിമയാണ്. മദ്യപിക്കുന്നു, അതേപോലെ തന്നെ പുകവലിക്കുന്നു. എൻ്റെ അമ്മയും അനുജത്തിയൊക്കെ ഇതുമൂലം വളരെ വിഷമിക്കുകയാണ്. കാരണം അവനാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അതിങ്ങനെ നശിപ്പിക്കരുത്. നിന്നെപ്പോലുള്ള ഒരു ക്രിമിനലിൻ്റെ കൂട്ടുകൂടിയിട്ടാണ് അവൻ ഈ ഒരു രൂപത്തിലോട്ട് ഇപ്പോൾ മാറിയത്. ദയവ് ചെയ്ത് എൻ്റെ അനിയനെ നീ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ ആൻ്റണി വളരെ പരിഹാസത്തോടുകൂടി വളരെ ഒരു പുച്ഛമായിട്ടുള്ള ഒരു ചിരിയൊക്കെ അങ്ങോട്ട് പാസ്സാക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഇനിയും അവനെ കാണുകയും ചെയ്യും, എൻ്റെ കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യും. എന്നെ കൊണ്ട് അവനെ നശിപ്പിക്കാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ അതെല്ലാം ചെയ്യുകയും ചെയ്യും. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി ആകെപ്പാടെ ദേഷ്യം കൊണ്ട് അങ്ങോട്ട് വിറയ്ക്കുകയാണ്. രേവതി പറയുകയാണ്, നീ ഇനി മേലാൽ എൻ്റെ അനിയനെ കണ്ടു കഴിഞ്ഞാൽ എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആൻ്റണി പിന്നെയും വളരെ പരിഹാസത്തോടെ പറയാണ്, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ അങ്ങ് ചെയ്യടി, നിന്നെ കൊണ്ടങ്ങ് ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് രേവതിയുടെ സകല കൺട്രോളും അങ്ങോട്ട് നഷ്ടപ്പെടും. രേവതി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കായ് നിവർത്തിയിട്ട് അവൻ്റെ കാരണക്കുറ്റി നോക്കിയിട്ട് അടിക്കാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. പക്ഷെ ആൻ്റണി ആണെങ്കിൽ ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഈ രേവതിയുടെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ഒരൊറ്റ തെള്ള് അങ്ങോട്ട് ബാക്കിലോട്ട് തെള്ളുവാണ്. അത്രയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദേഷ്യമുണ്ട് രേവതിക്ക്. കാരണം അവിടെ അനിയനെയാണ് കൊണ്ടു നടന്ന് നശിപ്പിക്കുന്നത്. അപ്പോഴേക്കും ആൻ്റണിയുടെ ഈ ഒരു തെള്ളിൻ്റെ ശക്തിയിൽ രേവതി പുറകോട്ട് ചെന്നിട്ട് ഭിത്തിയിൽ പോയിട്ട് തലയങ്ങോട്ട് ഇടിക്കുകയാണ്. തലയങ്ങോട്ട് ഇടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി നമ്മുടെ സച്ചി ഇതും കണ്ടിട്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുന്നത്. കാരണം രേവതി ആൻ്റണിയെ കാണാൻ പോകുക എന്നൊക്കെ ഉള്ളത് സച്ചിക്ക് നേരത്തെ അറിയാമായിരുന്നു. കാരണം സച്ചിയോട് നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതണക്ക് ആൻ്റണിയുടെ കൂടെ നടന്നിട്ട് അവൻ മദ്യപിക്കുന്നു, പുകവലിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ടായിരുന്നു, അവൻ അങ്ങനെയൊക്കെ തന്നെ വേണം, അവനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും സച്ചിക്കറിയായിരുന്നു രേവതി ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യം. അതുകൊണ്ട് ഇതെന്താണെന്ന് നോക്കാനായിട്ട് സച്ചി പുറകിലോട്ട് വരുന്ന ആ വന്ന് കയറുന്ന സമയമാണ് ഇങ്ങനെയുള്ള ഒരു സീൻ കാണുന്നത്. സച്ചിക്ക് സഹിക്കുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ രേവതിയെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ആ രേവതിയെ എത്രത്തോളം സച്ചിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സച്ചിക്ക് ഇത് കണ്ടുകൊണ്ട് ആപ്പടെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. കാരണം രേവതി പോയി തലയിടിച്ചിട്ട് ബാക്കിലോട്ട് വീഴുന്നു. സച്ചി അങ്ങോട്ട് കയറി ചെന്ന് പിന്നെ പിന്നും ഒന്നും നോക്കുന്നില്ല. പിന്നെ അവിടെ ഇടിയാണ് അവിടെ നടക്കുന്നത്, ഒരു പൂര ഇടി. സച്ചിയുടെ സ്വഭാവം നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളി ഒരു മുൻകോപിയും കൂടെ. പുള്ളി മുന്നും പിന്നും നോക്കാതെ അവിടെ ആന്റണിയുടെ ഗുണ്ടകൾ എടുത്തിട്ട് അവിടെ പടപടാന്ന് പഞ്ഞിക്കിടുവാണ്. ഇടിയുടെ പൂരം തന്നെ. എന്തായാലും ഇടി 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 പൂര ഇടി ഇടി കൊണ്ട് ആന്റണി ഗുണ്ടകളൊക്കെ ഒരു പരുവായിട്ട് മാറുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിനൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് നമുക്ക് നാളെ പറയാം.